ഏവർക്കും ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക്സ് ബി ക്ലാസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഏവർക്കും ഏത് സമയത്ത് അത്യാവശ്യം വേണ്ടി വരുന്ന മൾട്ടി എക്സ്റ്റൻഷൻ ടൂപ്പിൻ ടോപ്പ് എന്നൊരു ചെറിയ വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് യൂട്യൂബിൽ തന്നെ എഴുതണമെന്നും അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കോ മറ്റുള്ളവർക്കോ ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് കൂടി ഇത് അയച്ചു കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. നിങ്ങളേവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലോട്ട് കടക്കുകയാണ്. നമുക്ക് ഏതൊരവസരത്തിലും അത്യാവശ്യം പോയിരിക്കുന്ന ഒന്നാണ് ഈ എക്സ്റ്റൻഷൻ മൾട്ടി ടൂപ്പിൻ ടോപ്പ്. കടകളിലും വഴിയോര കച്ചവടശാലകളിലും മറ്റും ലഭിക്കുന്ന എക്സ്റ്റൻഷൻ ടൂപ്പിൻ ടോപ്പ് ഹോൾഡർ വളരെ വില കുറഞ്ഞതും വളരെ ഗുണനിലവാരം കുറഞ്ഞതുമാണ്. ഇത് നിങ്ങൾക്ക് 5 മീറ്റർ 10 മീറ്ററായിട്ടാണ് കടകളിൽ ലഭിക്കുന്നത്. ഒരു 2 വയറിങ്ങിന് പിരിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിന് വളരെ വിലയും കുറവാണ്. ഇതിൻ്റെ പേര് പ്ലാസ്റ്റിക് വയർ എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് അലൂമിനിയം വയറാണ്. ഈ അലൂമിനിയം വയർ ഉപയോഗിച്ച് നമ്മൾ ലൈറ്റോ എന്തെങ്കിലും സാധനം പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ അലൂമിനിയം വയർ ചെമ്പ് വയറിനേക്കാൾ കൂടുതൽ കറണ്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ചെമ്പ് വയർ ഉപയോഗിക്കുന്നതിനേക്കാൾ ഇരട്ടി കറണ്ട് കാശ് കൊടുക്കേണ്ടി വരും. ഞാനിവിടെ നിങ്ങൾക്കായി ഉണ്ടാക്കി കാണിക്കുന്നത് 1 സ്ക്വയർ mm 2 കോർ കോപ്പർ വയർ കൊണ്ടുള്ള മൾട്ടി എക്സ്റ്റൻഷൻ ടൂപ്പിൻ ടോപ്പ് എന്ന ഒരു വീഡിയോയാണ്. ഈ എക്സ്റ്റൻഷൻ മൾട്ടി ഹോൾഡറിൽ നിങ്ങൾക്ക് താഴ്ഭാഗത്തായി ബൾബും അതിൻ്റെ 2 വശങ്ങളിലായി സീരിയൽ ലൈറ്റോ ട്യൂബ് ലൈറ്റോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇതിൽ ഒരു 1000 വാട്ട്സ് വരെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഏകദേശം നമ്മൾക്ക് ഒരു 25 മീറ്ററോളം നീളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയും ലെങ്ത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇത് ചൂടാവുകയോ ഒന്നും ചെയ്യത്തില്ല. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ മൾട്ടി എക്സ്റ്റൻഷൻ ഹോൾഡർ സെറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കുവാനുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. 1 സ്ക്വയർ mm വയറാണിത്. 5 മീറ്റർ നീളത്തിലുള്ളതാണ് ഇതെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്കൊരു 20-25 മീറ്റർ വരെ ഈ 1 സ്ക്വയർ mm നമുക്ക് ലെങ്ത്തിലിടാം. അത്രയും ലെങ്ത്തിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഈ ലോഡ് കണക്ട് ചെയ്യാം. അടുത്തതായി ഇതൊരു ടൂപ്പിൻ ടോപ്പാണ്. പ്ലഗിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ടോപ്പ് പിന്നാണ് ടൂപ്പിൻ. ഇത് GM എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടേതാണ്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള മൾട്ടി ഹോൾഡർ. ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാകും. ഇത് ഒരു ടൂപ്പിൻ പ്ലഗ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഹോൾഡറാണ്. ഇവിടെ നമുക്ക് ബൾബ് ഇടാം. ഇതുപോലെ തന്നെ ഇതിൻ്റെ മറു സൈഡുമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ടൂപ്പിൻ പ്ലഗ്, ഇങ്ങനത്തെ ടൂപ്പിൻ പ്ലഗ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഈ പ്ലഗ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് മറ്റു ലോഡുകൾ കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഒരു മോട്ടോർ വരെയൊക്കെ കണക്ട് ചെയ്യാനുള്ള അത്രയും പവറുണ്ട്. ഇതൊരു 1000 വാട്ട്സ് വരെയൊക്കെ കണക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ മറ്റു ഇലുമിനേഷൻ ബൾബുകളോ ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ 2 സൈഡിലും കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അത്രയും ക്വാളിറ്റിയുള്ള വയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഈ ഹോൾഡറിൻ്റെ ഈ ടോപ്പ് അഴിക്കുക. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. എന്നിട്ട് ഈ നീളമുള്ള വയറിൻ്റെ ഒരറ്റം ഈ ഹോൾഡറിൽ കൂടി എടുക്കുക. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. എന്നാലും ഇത്രയും ക്വാളിറ്റിയുള്ള വയറിട്ട് ചിലപ്പോൾ ചെയ്യാൻ സാധ്യത കുറവാണ്. നമുക്ക് സാധാരണ കിട്ടുന്നത് അലൂമിനിയം വയറാണ്. വളരെ കറണ്ട് കാശ് നഷ്ടം വരുന്ന ഒരു വയറാണ് അലൂമിനിയം വയർ. അതിങ്ങനെ പിരിഞ്ഞിട്ടുള്ളൊരു വയറാണ്. പക്ഷേ ആ വയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കധികം ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിരിഞ്ഞിട്ടുള്ള വയർ കുറേ നേരം കഴിയുമ്പോൾ ചൂടായി ഉരുകിപ്പോകുന്നതാണ്. ഇതിങ്ങനെ വയർ കണക്ട് ചെയ്ത ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ക്യാപ്പ് ഇട്ടാൽ അപ്പോൾ ഈ വയറിൻ്റെ ഈ അറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ പ്ലഗ്, ഈ ടൂപ്പിൻ പ്ലഗ് കണക്ട് ചെയ്യാം. ഈ ടൂപ്പിൻ പ്ലഗിൻ്റെ പ്രത്യേകത വെറും ഒരു സ്ക്രൂ മാത്രമേ ഉള്ളൂ, നെട്ടൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതിൻ്റെ നെട്ട്. ഈ പ്ലഗ് അഴിക്കുക. അതിനുശേഷം ഈ 2 പിന്നിങ്ങനെ ഊരിയെടുത്ത ശേഷം നമ്മൾ ഈ പിന്നിൻ്റെ ഈ സ്ക്രൂ അഴിച്ചിട്ട് ഈ വയറുകൾ അതിൽ തന്നെ കണക്ട് ചെയ്യുക. ഈ പ്ലഗിൻ്റെ ഇതിൻ്റെ ദൂരത്തിൽ തന്നെ കൃത്യമായിട്ടിത് ഉറപ്പിക്കുക. ഈ വയർ ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിലിരുന്നോളും. അപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ടോപ്പ് ഇടാവുന്നതിൻ്റെ ഇത്രയും ഉള്ളൂ ഇത് കണക്ട് ചെയ്യാനായിട്ട്. ഈ മൾട്ടി ഹോൾഡർ, ഈ ഹോൾഡർ ഇങ്ങനെ നമ്മൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൾബ് ഇടാനായിട്ട് തൂക്കിയിടുക. എന്നിട്ട് എക്സ്റ്റൻഷനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. ഇതൊരു മൾട്ടി ഹോൾഡർ ആയതുകൊണ്ട് ഇതിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ.
നമുക്കിതൊരു ബൾബ് ഇട്ടിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഹോൾഡറിൽ ഈ ബൾബ് ഒന്ന് ഇട്ടിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളുടെ പ്ലഗിൽ ഈ പിന്ന് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുക. ഈ വശത്തുള്ളതിലും ലോഡ് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ 2 ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്ത് നോക്കാം. മറുവശത്ത് നമുക്ക് വേണമെങ്കിൽ ലോഡ് കണക്ട് ചെയ്ത് നോക്കാം. ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഒരു എക്സ്റ്റൻഷൻ മൾട്ടി 2 പിൻ ടോപ്പ് ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ നന്ദി, നമസ്കാരം.